ഇത് നന്ദികേശാലയം, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളക്കുട്ടന്മാരുടെ കൂടാരം. ഓച്ചിറ ക്ഷേത്രത്തില് ദൈവിക സങ്കല്പം പരബ്രഹ്മമാണ്, അതിന് രൂപമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിഷ്ഠയുമില്ല. എങ്കിലും ശിവസങ്കല്പത്തിൽ വിശ്വസിച്ചു വരുന്നു. അങ്ങനെ ശിവന്റെ വാഹനമായ നന്ദികേശന് ഇവിടെ പ്രാധാന്യം വന്നു. ഓച്ചിറക്കാള ഇവിടെ നന്ദികേശന് തുല്യമാണ്. ക്ഷേത്രത്തിൽ നടക്കി വരുന്ന കാളകളെ കൃത്യമായ പരിപാലനത്തിലൂടെ ദേവസ്വം നന്ദികേശാലയത്തിൽ സംരക്ഷിച്ചു വരുന്നു. ഇവയെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. കൃത്യമായ ഭക്ഷണം, മെഡിക്കൽ സേവനം ഇവയെല്ലാം ഇവർക്ക് ഇവിടെ ലഭ്യമാണ്. ഭക്തജനങ്ങൾ അവയെ നന്ദികേശനായി തന്നെ കാണുന്നു. പ്രത്യേകം പരിശീലനം കിട്ടിയ പരിചാരകന്മാർ ഈ കാളക്കുട്ടന്മാരെ സംരക്ഷിച്ചു വരുന്നു. ഓച്ചിറക്കാളകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയെല്ലാം വളരെ സൗമ്യശീലരാണ്. അവർ ഭക്തജനങ്ങളുമായിട്ട് വളരെ ഇഴുകിച്ചേർന്നാണ് അവയുടെ ജീവിതം. ഇവർ തമ്മിൽ ആക്രമിക്കാറില്ല, ഭക്തജനങ്ങളെയും ആക്രമിക്കാറില്ല. പ്രസന്നവതരായി അവരിങ്ങനെ ക്ഷേത്രത്തിലും പരിസരത്തും എപ്പോഴും അവരുടെ സാന്നിധ്യം നമുക്ക് കാണാം. പ്രത്യേകതരം അലങ്കാരങ്ങൾ നൽകി ഇവയെ ചിലപ്പോഴൊക്കെ ക്ഷേത്രത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാറുണ്ട്. ഭക്തജനങ്ങൾ അവയെ വണങ്ങി ദക്ഷിണ സമർപ്പിച്ച് ആരാധിക്കുന്നു. പക്ഷികളെയും മൃഗങ്ങളെയും മറ്റും ആരാധിച്ച് സംരക്ഷിക്കുന്ന സനാതന ധർമ്മത്തിന്റെ പ്രതീകമാണ് ഈ കാളക്കുട്ടന്മാർ. ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെ കാളകളെ ദൈവിക തുല്യമായി കണ്ട് സംരക്ഷിച്ച് ആരാധിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. അത്ഭുതകരമാണിത്. ഈ ദൈവിക സങ്കല്പം അത് എന്നും ഇങ്ങനെ തുടരട്ടെ. ഇവിടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേസ്റ്റ് ഇന്ത്യ മലയാളി.